പരവ മീൻ എന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ പല്ലി പരവ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും, കാരണം ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മീൻ ചേട്ടൻ വന്നപ്പം പല്ലി പരവ എന്ന മീൻ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് നല്ല കറി വെക്കാൻ നല്ല മീനാണെന്നാണ് പറഞ്ഞത്. കടൽ മീനാണ്. അപ്പം നിങ്ങളുടെ അവിടെ എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ, പല്ലി പരവ എന്ന് പറഞ്ഞ് മീൻ. എന്നിട്ട് മീൻ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ചെതുമ്പൽ ഇച്ചിരി നല്ല കട്ടിയാണ്, അപ്പോൾ തൊലി തന്നെ പൊളിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ മമ്മി ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ തൊലി ഇച്ചിരി പാടായിരുന്നു, ഇച്ചിരി കട്ടി കൂടുതലുള്ള കാരണം വലിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ തൊലി മാറ്റാൻ പറ്റി കേട്ടോ, ദേഷ്യമൊന്നും വന്നിട്ടില്ല അധികം. അപ്പോൾ ഇത് ആദ്യം ഈ മീൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടാട്ടോ എടുത്തിരിക്കുന്നത്, എന്നിട്ടാണ് വെട്ടാൻ വച്ചിരുന്നത്. ഇത് കണ്ടോ, ആ തൊലി കൈ കിട്ടാനാണ് ഇച്ചിരി വിഷമം. ആ തൊലി കൈ കിട്ടുവാണെങ്കിൽ നല്ലപോലെ പൊളിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കണേ, ഇങ്ങനെ തൊലി എടുത്ത് പിടിച്ച് നല്ലപോലെ വലിച്ചാലേ ഇതിൻ്റെ തൊലി വരാറുള്ളൂ കേട്ടോ. സാധാരണ മമ്മിയാണെങ്കിൽ മീൻ പെട്ടെന്ന് വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് കറി വെച്ച് റെഡിയാക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു മീനിൽ ഇച്ചിരി സമയമെടുത്തു, എന്നാലും ഒരുപാട് എടുത്തില്ല. ഇനി ബാക്കിയെല്ലാ മീനും മമ്മി നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കും, എന്നിട്ട് കഴുകിയെടുത്ത് നമുക്ക് കറി വെക്കാം കേട്ടോ. അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്തു. ഇത് കണ്ടോ, മുട്ട ഉണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. അപ്പോൾ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മീനിൽ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണേ, അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേറെ ഒരു പാത്രത്തിൽ നമ്മൾ മുളക് പൊടി ഒരു 2 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉലുവപ്പൊടിയാണ്, കുറച്ച് ഉലുവപ്പൊടി. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ നല്ലപോലെ കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മീൻ കറിക്കൊക്കെ നല്ലപോലെ കറിവേപ്പില ഇടണമെന്നാണ് മമ്മി പറയാറുള്ളത്. പിന്നെ ഇന്ന് മീൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ മസാല ഒക്കെ ഉണ്ടാക്കിയത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ചീൻചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കടുകും കൂടെ ഇട്ടിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മസാലയൊക്കെ ഇല്ലേ, കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് വഴട്ടിയെടുക്കണം. വഴട്ടിയല്ല, ഇച്ചിരി ആ വെള്ളാംശമൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി ഫുൾ ഫ്ലെയിമിലാട്ടോ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം കറിക്കുള്ള ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിടാവുന്നതാണ്. അപ്പം ഉപ്പിട്ട് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്, ഇച്ചിരി മൂക്കാനായിട്ട് കേട്ടോ. നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇളക്കി കൊടുക്കണം, എന്നിട്ട് ഇത് കരിഞ്ഞു പോവാതെ ഇരിക്കാൻ നോക്കണം. ഇനി നമ്മൾ ആ ചട്ടി കൂടെ അടുപ്പയിൽ വെച്ച് ഗ്യാസിൽ വെച്ച് നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത മസാല നമ്മുടെ മീനിലോട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് നല്ലപോലെ വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ പോവാം. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നല്ലപോലെ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ചോറ് കഴിക്കാൻ പോവാണേ. അപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് കോവയ്ക്ക തോരനുണ്ട്, പിന്നെ നമ്മുടെ ഇന്നത്തെ മീൻ കറി കേട്ടോ, പല്ലി പരവാണേ. അപ്പം നല്ല മീനായിരുന്നു കേട്ടോ. പുളി ഇച്ചിരി കൂടെ പിടിക്കാനുണ്ടായിരുന്നു, കാരണം ഞങ്ങളൊരു 10 മണിക്കായിരുന്നു മീൻകറി വെച്ചത്. ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കഴിച്ചപ്പം പുളി അങ്ങനെ പിടിച്ചിട്ടില്ല, എന്നാലും നല്ല മീനായിരുന്നു കേട്ടോ. വറുത്തെടുക്കാനും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി വൈകിട്ടത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പുളി പിടിക്കും. പിന്നെ മുട്ടയൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പം ഒരുമാതിരി നല്ലൊരു കറിയായിരുന്നു കേട്ടോ. അപ്പം പരവ മീൻ ആർക്കെങ്കിലും കിട്ടുവാണേ കറി വെക്കാം കേട്ടോ, നല്ല മീനാണേ. അപ്പോൾ ഞാനിന്ന് കഴിക്കട്ടെ.